എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ ഒരു വീഡിയോയിലോട്ടുള്ള സ്വാഗതം. ഇന്ന് ഞാനൊരു ചിന്താവിഷയവുമായാണ് വരുന്നത്. ഇത് പറ്റുന്നവരെല്ലാവരും പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ ചാനലിലൂടെ ഓരോ രാജ്യങ്ങളെയും അവയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും പുരാതന പൈതൃകത്തെയും കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു വലിയ വിഷയമുണ്ട്: ഗ്ലോബൽ വാർമിംഗ്. ഇന്ന് ഒരു സാധാരണ പൗരൻ വാഹനം ഓടിക്കണമെങ്കിൽ പോലും മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് PUC വേണം. ഫാക്ടറികൾക്കും വ്യവസായങ്ങൾക്കും പരിസ്ഥിതി നിയമങ്ങൾ ബാധകമാണ്. കാരണം വായുവിനെ മലിനമാക്കുന്നത് മനുഷ്യരെയും പ്രകൃതിയെയും ഒരുപോലെ ബാധിക്കുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തുടർച്ചയായി നടക്കുന്ന യുദ്ധങ്ങളും ആക്രമണങ്ങളും സ്ഫോടനങ്ങളും ഇവയും വലിയ തോതിൽ പുകയും വിഷവാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് വിടുന്നില്ലേ? കെട്ടിടങ്ങൾ കത്തി നശിക്കുമ്പോഴും എണ്ണശേഖരങ്ങൾ കത്തുമ്പോഴും ഉണ്ടാകുന്ന മലിനീകരണം പരിസ്ഥിതിയെ ബാധിക്കുന്നില്ലേ? ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് യുദ്ധങ്ങൾ മനുഷ്യജീവൻ മാത്രമല്ല, പരിസ്ഥിതിയെയും ഗുരുതരമായി ബാധിക്കുന്നു എന്നാണ്. കാർബൺ പുറന്തള്ളൽ വർദ്ധിപ്പിക്കുകയും മണ്ണും വെള്ളവും വായുവും മലിനമാക്കുകയും വനനശീകരണത്തിനും ജൈവ വൈവിധ്യ നഷ്ടത്തിനും കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു ചോദ്യവും ഉയരുന്നു: ഇത്തരത്തിലുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ ലോക നേതാക്കൾക്ക് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാനാകില്ലേ? പല യുദ്ധങ്ങൾക്കും സുരക്ഷ, അതിർത്തി, രാഷ്ട്രീയം, സാമ്പത്തിക താൽപ്പര്യങ്ങൾ, വിഭവങ്ങൾ തുടങ്ങിയ സങ്കീർണമായ കാരണങ്ങളുണ്ടാകാം. എന്നാൽ ഏത് കാരണമായാലും അതിൻ്റെ ഏറ്റവും വലിയ വില കൊടുക്കുന്നത് സാധാരണ ജനങ്ങളും പ്രകൃതിയുമാണ്. അതിനാൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാഹനങ്ങളുടെ പുക മാത്രം നോക്കാതെ യുദ്ധങ്ങളുടെ പരിസ്ഥിതി ആഘാതത്തെയും ലോകം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗ്ലോബൽ വാർമിങ്ങിനെതിരെ പോരാടണമെങ്കിൽ യുദ്ധങ്ങളും അതിൻ്റെ പരിസ്ഥിതി ആഘാതവും ലോകം കൂടുതൽ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവയ്ക്കൂ. പിന്നെ കമൻറ്റുകൾ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാൻ തക്കവണ്ണം ആകരുത് എന്ന് ഒരു സാധാരണ പൗരൻ എന്ന രീതിക്ക് ഞാനും എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊള്ളുന്നു.